everyone, welcome back to our channel. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെർമിസെല്ലി അഥവാ സേമിയ പുഡിംഗ് ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കത്തി കൊണ്ട് മുറിച്ച് വെച്ചതാണ്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇതേപോലെ. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റാം. നല്ലോണം ബ്രൗൺ കളർ ആകേണ്ട, അപ്പോൾ വേഗം കത്തിപ്പോകും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് സേമിയാണ് എടുത്തത്. വറുത്ത സേമിയാണ് ഞാൻ എടുത്തത്. ഇവിടെ ഇത് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഇത് നന്നായി വറുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വേവായി എന്ന് തോന്നുമല്ലോ, അതുവരെ വറുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത്. സേമിയൊക്കെ എടുത്ത അതേ പാത്രത്തിലാണ് ഞാൻ എടുത്തത്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പാലൊഴിക്കുമ്പോൾ തന്നെ ഇത് കട്ടയായി വന്ന്. അപ്പോൾ ഇതിൽ നിന്ന് അല്പം നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പോർഷൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വറ്റിച്ചെടുക്കണം. അപ്പം നമുക്കിത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ ചൂടോടുകൂടി പുഡിങ്ങിൻ്റെ പാത്രത്തിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി ഇടണം, എന്നാലേ സെറ്റാവും. ഞാൻ പാത്രത്തിലോട്ട് അല്പം നെയ്യൊന്ന് കൈകൊണ്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലായിടത്തും നന്നായി ഉരച്ച് ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ സേമിയ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി വേണ്ടത് ക്രീമാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഫിയോണൻ്റെ ക്രീമാണ്, വിപ്പിംഗ് ക്രീമാണ് യൂസ് ആക്കുന്നത്.
ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ക്രീമാണ് എടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് നല്ല മധുരമുള്ള ക്രീമാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത്. അല്പം പാലും. മധുരമില്ലാത്ത ക്രീമാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവായിരിക്കണം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും നമ്മുടെ ആ സേമിയയുടെ ഇതെടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സേമിയയുടെ ആ ഒരിത് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിടുന്നില്ലെങ്കിൽ കാഷ്യൂനട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെർമിസെല്ലി സേമിയ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.